നന്നായിട്ട് പഴുത്ത മാവിലില്ലേ, അതുകൊണ്ട് ഇങ്ങനെ വായിലിട്ട് ചവച്ചരച്ചിട്ടേ അതുകൊണ്ട് ഇങ്ങനെ ചെറുതായിട്ട് പല്ല് തേക്കുക ഡെയിലി രാവിലെ. അത് മോണങ്ങനെ ഒഴിഞ്ഞു കൊടുക്കണം, താഴേന്ന് മേലോട്ട് അതുപോലെ താഴേന്ന് മുകളിലേക്കും. എന്നിട്ട് നന്നായിട്ട് ചവച്ചരച്ച് അതുകൊണ്ട് പല്ല് തേച്ച് കഴിഞ്ഞാൽ എന്താ ഗുണമെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? അതായത് പല്ലിലുണ്ടാകുന്ന ആ മഞ്ഞ നിറം, അതുപോലെ പുഴുക്കേട്, ചെറിയ കുട്ടികളൊക്കെ കണ്ടിട്ടില്ലേ, ചില കുട്ടി കുറുമ്പന്മാർക്ക് ഇങ്ങനെ പുഴുപ്പല്ലുണ്ടാവുക, അതുപോലെ മഞ്ഞ നിറം ഉണ്ടാവും, പ്ലേക്സ് ഇങ്ങനെ അടിഞ്ഞു കൂടിയിട്ട്. ഇതൊക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ നല്ല വെളുത്ത മുല്ലമുട്ട് പോലത്തെ പല്ലാവാനായിട്ട് ഈ പഴുത്ത മാവിൽ കൊണ്ട് പല്ല് തേച്ചാൽ, നമ്മുടെ നാടൻ നാട്ടുമാവിൻ്റെ ഇല മതി, മൂവാണ്ടമാവിൻ്റെ ഇല മതി, നന്നായിട്ട് പഴുത്തത് ചവച്ചൊന്ന് ചതച്ചിട്ട് അതുകൊണ്ട് ഡെയിലി രാവിലെ ഇങ്ങനെ മുകളിലെ വരിന്ന് താഴേക്കും അത് താഴത്തെ വരിന്ന് മുകളിലേക്കും ആ മോണകൾ അടക്കം ഒഴിയണം. അപ്പോൾ ഈ പുഴുപ്പല്ലുണ്ടാവുക, പല്ലിൻ്റെ നിറ വ്യത്യാസം, അതുപോലെ മോണയിലുണ്ടാകുന്ന പഴുപ്പ്, ബ്ലീഡിങ് ഗംസ്, അതുപോലെ മോണരോഗങ്ങൾ, പലതരം വായിൽ ഉണ്ടാകുന്ന പുണ്ണുകൾ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഭയങ്കര ആൻറ്റി മൈക്രോബിയൽ എഫക്റ്റ് ഉണ്ട്, പ്രോപ്പർട്ടീസ് ഉണ്ട്. അതുകൊണ്ട് ആ പുഴുപ്പല്ലും അത്തരം രോഗാവസ്ഥകൾ മാറുമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇത് മാത്രമൊന്നുമല്ല, ഇനി ഒരുപാട് ഗുണങ്ങളുണ്ട്. അതിനു മുമ്പ് ഇതെങ്ങനെ തയ്യാറാക്കണ്ടേന്ന് പറയണം, അതറിഞ്ഞാൽ ഇതൊക്കെ എങ്ങനെ ഇത് ഉപയോഗിക്കാമെന്ന് അറിയണം. അത് വിശദമായിട്ട് പറയാം. അതിനേക്കാൾ മുമ്പ് ആദ്യം തന്നെ ഇത് എന്തെന്ത് കണ്ടീഷനിൽ ഉപയോഗിക്കാമെന്ന് പറയാം. എന്നിട്ട് ഇത് തയ്യാറാക്കാനുള്ള 1-2 വിധികളും ഈ വീഡിയോയിൽ പറയാം. അതുപോലെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ഇതിൻ്റെ 5 ഉപയോഗങ്ങൾ എന്ന് പറഞ്ഞിട്ടല്ലേ, 5 ഒട്ടനവധി ഉണ്ട്. ബാക്കിയുള്ളത് നിങ്ങൾ ബോണസായിട്ട് പിടിച്ചോ. പച്ചലയിലും കുഴപ്പമില്ല, അത് ചതച്ചിട്ട് മേലും കൈയൊക്കെ വേദന ഉണ്ടാവില്ലേ. നമുക്കിങ്ങനെ വാദസംബന്ധമായ രോഗങ്ങളുള്ളവർക്ക് മൊത്തം ഒരു നീർക്കെട്ടുള്ളതിൻ്റെ പേരിൽ ശരീരത്തിൽ ആസകലം ഇങ്ങനെ വേദന അനുഭവപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് ചിലപ്പോൾ ജോയിൻറ്റുകളിലായിരിക്കും, ചിലപ്പോൾ മേലെ ആസകലം വേദന തോന്നാം. ഇത്തരം അവസ്ഥയിൽ അതല്ലെങ്കിൽ ഇനിയിപ്പോൾ വാദരോഗമായിട്ട് അങ്ങനെ ചികിത്സയിൽ, വാദസംബന്ധമായ രോഗങ്ങളായിട്ട് ചികിത്സയിൽ ഇരിക്കുന്നവർ ആ എണ്ണയൊക്കെ തേച്ച് കുളിക്കാനായിട്ട് നമ്മൾ വെള്ളം തിളപ്പിക്കില്ലേ, മറ്റിലകളൊന്നും കിട്ടിയില്ലേക്ക്, കുറുന്തോട്ടൊക്കെയാണ് അതിന് കേമം, വാദഹരത്വം കൂടുതൽ. പക്ഷേ ഇതൊന്നും കിട്ടിയില്ല വെച്ചാൽ എല്ലാം നമ്മുടെ നാട്ടിലെ എല്ലാ വീടുകളിലും ഉണ്ടാവും ഒരു മാവ്, ഒരു മൂവാണ്ടമാവെങ്കിലും ഇല്ലാത്ത വീട് അപൂർവമല്ലേ, പ്രത്യേകിച്ച് നാട്ടിൻ പ്രദേശങ്ങളിൽ. അപ്പോൾ ഈ പച്ചിലയിൽ കുളിച്ചാണല്ലോ ഈ മേലും കൈയും വേദനയൊക്കെ ശമിപ്പിക്കുന്നതിന് സഹായിക്കും. അപ്പോൾ 2 ഉപയോഗമായിട്ടോ. ഇനി മൂന്നാമത്തെ എന്താ അറിയോ, നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഗ്രഹണി ഉണ്ടാവുക, അല്ലെങ്കിൽ മലബന്ധം അനുഭവപ്പെടുക, വിളർച്ച ഉണ്ടാവുക, കരൾ സംബന്ധമായ രോഗങ്ങൾ, ഇത്തരമൊക്കെയുള്ള കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ, പ്രത്യേകിച്ച് കുട്ടികളിൽ കരൾ സംബന്ധമായ രോഗങ്ങൾ അപൂർവമായിട്ടേ കാണുള്ളൂ, അതുണ്ടാവുക. ഇനി അതല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം ഉണ്ടാവുക, വിളർച്ച, അനീമിയ, അയണിൻ്റെ ഒക്കെ കണ്ടന്റ് കുറവായിട്ട്, ഹീമോഗ്ലോബിൻ കുറഞ്ഞിട്ട് അവർക്ക് ഈ മാങ്ങാപ്പഴമില്ലേ, മാമ്പഴം ധാരാളം കഴിക്കാൻ കൊടുത്തോ. പ്രത്യേകിച്ച് കോൺസ്റ്റിപ്പേഷനൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങോട്ട് ക്ലിയർ ആയിക്കോളും. അതൊരു ഉപകാരമായി. ഇനിയിപ്പോൾ നമ്മൾ ഈ വ്രണങ്ങളൊക്കെ ഉണ്ടാവുക, തീപ്പൊള്ളലൊക്കെ ഉണ്ടായിട്ട് വ്രണങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ തീപ്പൊള്ളൽ മാത്രമല്ല, എന്തെങ്കിലും കരപ്പൻ്റെ എന്തെങ്കിലും മുറിവുകളൊക്കെ ഉണ്ടായിട്ട് അത് പഴുത്ത് അതിൽ നിന്ന് ചെറുങ്ങനെ ഊസിങ് വരിക, കരിയാതെ അങ്ങനെ നിൽക്കുന്ന അവസ്ഥയില്ലേ. അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ, നമ്മുടെ ഈ മാവിൻ്റെ പൂവില്ലേ, മാവിൻ്റെ പൂവ്, അതുപോലെ പഴുത്ത മാവല, അതുപോലെ മാങ്ങണ്ടിയുടെ ഉള്ളിലുള്ള പരിപ്പില്ലേ, അത് ഉണക്കിയെടുക്കുക. ഇതെല്ലാം കൂടെ പൊടിച്ച് നൈസ് പൊടിയൊക്കെ അടച്ചു വയ്ക്കുക. വീട്ടിലൊക്കെ ആവശ്യം വരും. ആ പൊടി ഇങ്ങനെ വ്രണങ്ങളിൽ വെതറി കൊടുത്താൽ മുറിവുണ്ടായിട്ടുള്ള കരപ്പൻ അങ്ങനത്തെ ത്വക്ക് രോഗങ്ങളല്ല, മുറിവുണ്ടായി പഴുത്തിട്ട് ഉണങ്ങാതെ വ്രണമായിട്ട് നിൽക്കുന്ന അവസ്ഥയിൽ ഇത് പൊടിച്ചു വെച്ചാൽ പൊടി ഇങ്ങനെ വെതറി കൊടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഡ്രൈ ആവുന്നതിന്, ഉണങ്ങുന്നതിന് സാധിക്കും. എന്താ കാരണം, ഇതിൽ ഈ ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടീസ് ഉണ്ട്, ആൻറ്റി ഫംഗൽ, ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉണ്ട് എന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ടാണ് അത് വ്രണം പെട്ടെന്ന് കരിയുന്നതിന് സഹായിക്കും. ഇനിയിപ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെ അതിസാരം, ഗ്രഹണി, ലൂസ് മോഷൻ, എന്ത് കഴിച്ചാലും വയറ്റിൽ പിടിക്കില്ല, വയറൊക്കെ ഇങ്ങനെ കുടവയറ് ചാടി നിൽക്കും, ചെറുങ്ങനെ കഫവും പതയൊക്കെ കുട്ടികൾക്ക് വയറ്റിൽ നിന്ന് പോകുന്ന കുട്ടികളില്ലേ, അവർക്ക് ഒരുപാട് തീക്ഷ്ണ ഔഷധങ്ങൾ കൊടുക്കാൻ പറ്റില്ല, കുട്ടികളല്ലേ. അപ്പോൾ അവർക്ക് എന്താ വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഈ മാങ്ങേണ്ടിയുടെ ഉള്ളിലുള്ള ആ പരിപ്പുണ്ടല്ലോ അത് ഉണക്കി സൂക്ഷിക്കുക, അത് കഷായം വെച്ച് കൊടുക്കുക. അതിൻ്റെ കൂടെ മാതളത്തിൻ്റെ തൊലിയും മുത്തങ്ങയും കൂടിയ വിശേഷമായി, മാതളപ്പഴത്തിൻ്റെ തൊലി, മുത്തങ്ങ, അതുപോലെ മാങ്ങേണ്ടി പരിപ്പ്, ഇത്രയും കൂടി കഷായം വെച്ചിട്ട് അങ്ങോട്ട് സേവിക്കാൻ കൊടുത്താൽ ഈ കുട്ടികൾക്ക് മലം പോകുമ്പോൾ അങ്ങനെ വിട്ട് പോവുക, ഗ്രഹണി, ലൂസ് മോഷൻ ഉണ്ടാവുക. എന്ന് വെച്ചാൽ ഈ മാങ്ങണ്ടി പരിപ്പിന് ഈ മലബന്ധം ഉണ്ടാക്കാനുള്ള, മാങ്ങണ്ടി പരിപ്പിന് മലബന്ധം ഉണ്ടാക്കാനുള്ള പ്രോപ്പർട്ടി ദൈവത്തിൻ്റെ ഒരു വികൃതി. അതായത് മാങ്ങണ്ടി പരിപ്പിനൊക്കെ മലബന്ധത്തെ ഉണ്ടാക്കും, കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവും, അതിസാരത്തെ പിടിപ്പിക്കും, ഗ്രഹണീനെ നിർത്തും, അങ്ങനെയൊക്കെയാണ്. അന്ന് മാങ്ങാപ്പഴം കഴിച്ചാലോ നേരെ തിരിച്ചാ, പഴുത്ത മാങ്ങ കഴിച്ചാൽ, മാമ്പഴം കഴിച്ചാൽ കോൺസ്റ്റിപ്പേഷനൊക്കെ മാറും, ഈ മലബന്ധമൊക്കെ മാറും, നല്ല ശോധന ഉണ്ടാവും. അങ്ങനെ അതിൻ്റെ ഫലം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ഫലം. ഇനി നമുക്ക് ഈ മാങ്ങയില ഉണ്ടല്ലോ, ഈ മാവിൻ്റെ ഇലയില്ലേ, മാങ്ങയിലല്ല മാവിൻ്റെ ഇല, ഈ പച്ച ഇല കൊണ്ട് ചായ ഉണ്ടാക്കാം. അത് കഴിച്ചാൽ ഒട്ടനവധി ഗുണങ്ങൾ, അത് ഉണ്ടാക്കേണ്ട വിധം വഴിയെ പറയാം. അത് കഴിച്ചാലത്തെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്, മഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട്, ഫൈബർ ഉണ്ട്. പിന്നെ ഇതൊക്കെ അമേരിക്കയിൽ, വിദേശ രാജ്യങ്ങളിൽ, വിദേശ യൂണിവേഴ്സിറ്റികളിൽ ഇത് ആൻറ്റി ക്യാൻസറസ്, പ്രോസ്റ്റേറ്റ് ക്യാൻസർ, കോളൻ ക്യാൻസർ ഒക്കെ തടയുന്നതിനുള്ള റിസർച്ചുകൾ, ഫൈൻഡിങ്സ് നടന്നുകൊണ്ടിരിക്കുക. ഒട്ടനവധി നല്ല റിസൾട്ടുകൾ ആണ് പുറത്തു വരുന്നത്. അതുപോലെ അൽഷിമേഴ്സ് ഡിസീസ് തടയുന്നതിന് പോലും ഈ മാവിൻ്റെ ഇല കഷായം വെച്ച് കുടിക്കുക, അല്ലെങ്കിൽ അതുകൊണ്ട് ചായ ഉണ്ടാകും. മാംഗോ ലീഫ് ടീ, അതായത് നല്ല മാവിൻ്റെ ഇല
നമ്മൾ വെള്ളം തിളപ്പിച്ച് കുടിക്കുക, ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. അതിൻ്റെ വിധി ഞാൻ വഴിയെ പറയാം. ഓക്കെ, അത് തിളപ്പിച്ച് കുടിച്ചാൽ ഈ അൽഷിമേഴ്സ് പോലുള്ള രോഗങ്ങൾ നിയന്ത്രിച്ച് നിർത്തുന്നതിന്, അതുപോലെ ആമാശയ ക്യാൻസർ, കോളൻ ക്യാൻസർ ഒക്കെ നിയന്ത്രിച്ച് നിർത്തുന്നതിന്, പ്രോസ്റ്റേറ്റ് ക്യാൻസർ വരാതിരിക്കുന്നതിനൊക്കെ സാധിക്കുന്നതാണ് തെളിയിക്കപ്പെട്ടിട്ടുള്ളത്. എലികളിലൊക്കെ നടത്തിയിട്ടുള്ള പരീക്ഷണങ്ങളിൽ നല്ല റിസൾട്ട് അത്ര. അതെന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ അതിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ അതായത് മസ്തിഷ്കത്തിലൊക്കെ ഉണ്ടാകുന്ന നീർക്കെട്ട് വഴിയാണ് ഈ അൽഷിമേഴ്സ് പോലുള്ള രോഗാവസ്ഥകൾ ഉണ്ടാകുന്നതെന്നാണ് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് വൈദ്യശാസ്ത്രത്തിൻ്റെ ഫൈൻഡിങ്സ് ആണ്. അപ്പോൾ അതൊക്കെ ഇതിനെ നമുക്ക് പ്രയോജനപ്പെടുത്തും. പിന്നെ വെയിറ്റ് ലോസിനെ സഹായിക്കും, ശരീരഭാരം കൂടുതലുള്ളവർക്ക് വെയിറ്റ് കുറയ്ക്കാനായിട്ട് സഹായിക്കും. പിന്നെ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്, വൈറ്റമിൻ സി ഉണ്ട്, മാഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട്. പിന്നെ നമുക്ക് അയണും ഫോളിക് ആസിഡും ധാരാളം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഗർഭിണികളൊക്കെ ധാരാളം മാങ്ങ കഴിക്കണം, പഴുത്ത മാമ്പഴ കഴിക്കണം. ഒരു 4-5 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗർഭിണികൾക്കൊക്കെ ചെറുങ്ങനെ ഈ അനീമിയ ഉള്ളവർക്ക് ചെറുതായിട്ട് നീര് അനുഭവപ്പെടും. കാലിൻ്റെ കണ്ണിയിൽ, പാദത്തിലൊക്കെ നീര് വരിക, ഫേസിലൊക്കെ നീര് വരിക, കൺതടത്തിൽ നീര് വരിക, അങ്ങനത്തെ ഒരു അവസ്ഥ കാണാം ഒരു 4-5 മാസം കഴിയുമ്പോൾ. ഇച്ചിരി അനീമിയ, ഹീമോഗ്ലോബിൻ കുറവൊക്കെ ഉള്ളവർക്ക്. അപ്പോൾ അവരൊക്കെ മാമ്പഴം ധാരാളമായിട്ട് കഴിക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്, നമ്മുടെ ശരീരത്തിലെ ഫ്രീ റാഡിക്കൽസിനെ റിമൂവ് ചെയ്യുന്നതിന് കഴിവുണ്ട്. അപ്പോൾ രക്തം ശുദ്ധീകരിക്കുന്നു, അതുവഴി നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിക്കുന്നു. പൊട്ടാസ്യം ഉണ്ട്, മാഗ്നീഷ്യം ഉണ്ട്, പിന്നെ വൈറ്റമിൻ സി ഉണ്ട്, വൈറ്റമിൻ എ ഉണ്ട്. പിന്നെ നമുക്ക് ഈ മാവിൻ്റെ ഇല കൊണ്ട് നമ്മൾ കുളിക്കേണ്ട കാര്യം പറഞ്ഞില്ലേ, ഇനി അത് ഇടിച്ചു പിഴിഞ്ഞ് നീര് നമ്മൾ സ്വരസം രാവിലെ വെറും വയറ്റിൽ ഒരു 2 ടീസ്പൂണ്, മാക്സിമം ഒരു 15 മില്ലി വെറും വയറ്റിൽ കഴിക്കാമെങ്കിൽ മുടി വളരുന്നതിന് സഹായിക്കുന്ന പറഞ്ഞത്. പിന്നെ നമ്മൾ എന്തെങ്കിലും രോഗാവസ്ഥകളൊക്കെ ആയിട്ട് ഹോസ്പിറ്റലൈസേഷനൊക്കെ കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്ത് വരും, എപ്പോഴും ഒരു ക്ഷീണവും തളർച്ചയൊക്കെ ഉണ്ടാവില്ലേ, അവരെന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? പച്ചമാങ്ങ നമ്മൾ ചതയ്ക്കുക. അതായത് അത് ഇച്ചിരി പഞ്ചസാരയും വെള്ളയും കൂട്ടി അങ്ങോട്ട് ജ്യൂസ് അടിച്ചിട്ടേ അരിച്ചെടുത്തിട്ട് അത് അങ്ങോട്ട് കുടിച്ചാണല്ലോ, ആ ക്ഷീണമൊക്കെ അങ്ങോട്ട് മാറും, അഗ്നിയൊക്കെ ദീപനുണ്ടാവും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചമാങ്ങ വാദപിത്ത ദോഷങ്ങളെ വർദ്ധിപ്പിക്കും. വാദവും പിത്തവും വർദ്ധിക്കുമ്പോൾ എന്താ ഉണ്ടാവുക? അഗ്നിബലം വർദ്ധിക്കും. അഗ്നി കൂടുമ്പോൾ നല്ല ദഹനശക്തി ഉണ്ടാവും, നമുക്ക് ശരീരത്തിലേക്ക് വേണ്ട ആഹാരങ്ങളൊക്കെ ദഹിപ്പിച്ച് നന്നായിട്ട് ആഗിരണം ചെയ്യും, ധാതു പരിണാമം ശരിക്കും നടക്കുന്നതിന് സഹായിക്കും. അപ്പോൾ വാദപിത്ത ദോഷങ്ങളെ വർദ്ധിപ്പിക്കും പച്ചമാങ്ങ. നേരെ മറിച്ച് പഴുത്ത മാങ്ങയാണെങ്കിലോ ഈ നേരത്തെ പറഞ്ഞ പോലെ വാദപിത്ത ദോഷങ്ങളെ ശമിപ്പിക്കും, ഇല്ലാതാക്കും. അങ്ങനെയാണ് രണ്ടും. ഇതൊക്കെ ദൈവത്തിൻ്റെ ഒരു വികൃതികളെന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് ഇത്തരം രോഗാവസ്ഥകൾ നമ്മൾ ക്ഷീണവും തളർച്ചയൊക്കെ നോക്കുമ്പോൾ പച്ചമാങ്ങ ജ്യൂസ് അടിച്ച് അതിൽ പഞ്ചസാരയും വെള്ളവും ചേർത്ത് ജ്യൂസ് അടിച്ചിട്ട് അങ്ങോട്ട് കുടിച്ചാൽ ഈ ക്ഷീണമൊക്കെ മാറുന്നതിന് സഹായകമാകുന്നു. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് ഈ ഹെയർ ഗ്രോത്തിനെ സഹായിക്കുന്നു പറഞ്ഞില്ലേ, അതിനെന്താ ചെയ്യുന്നത്? സ്വരസം കഴിക്കണം. ഇനി ഇത് ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ ഈ മേലും കൈയുള്ള വേദനകളൊക്കെ പോകുന്നതിന് സഹായിക്കും. പിന്നെ നമുക്ക് ഈ ദന്തധാവനത്തിനായിട്ടേ പല്ല് തേക്കാനായിട്ട് നമുക്ക് ഈ പഴുത്ത പ്ലാവിൽ നേരെ ചതച്ചരച്ച് തേക്കാം. ഇനി അതല്ല കുറച്ച് അധികം കിട്ടുകയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ തളിരലയുണ്ടല്ലോ, ഉണക്കി അങ്ങോട്ട് സൂക്ഷിക്കുക. തളിരല ഉണക്കി അങ്ങോട്ട് സൂക്ഷിച്ചിട്ട് അത് നമ്മൾ ഒരു 1-2 ടീസ്പൂൺ നമ്മൾ ചായ തേയിലില്ലേ, ഇത് തന്നെയാണ് സംഗതി. ഈ മാവിൻ്റെ ഇല തളിരല വേണം, അത് നിഴലിൽ ഉണക്കിയിട്ട് പൊടിച്ച് ഒരു ജാറിലേക്ക് അടച്ച് സൂക്ഷിക്കുക. അതൊരു 2 ടീസ്പൂൺ തൊട്ട് ഓരോ ഗ്ലാസ് വെള്ളം രാവിലെ തിളപ്പിച്ച് അങ്ങോട്ട് കുടിക്കുകയെങ്കിൽ ഈ ആൻറ്റി ഓക്സിഡൻസ് ധാരാളം ശരീരത്തിലുണ്ടാവും, ഫ്രീ റാഡിക്കൽസിനെ റിമൂവ് ചെയ്യും, നമ്മുടെ ശരീരത്തിൽ ഇമ്മ്യൂണിറ്റി വർദ്ധിക്കും, വൈറ്റമിൻ സി ധാരാളമായിട്ട് കിട്ടും, അപ്പോൾ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കും. ഇനി ഒരു പോയിന്റ് കൂടെ, അതായത് വൈറ്റമിൻ എ ധാരാളം ഉള്ളതുകൊണ്ട് കണ്ണിന് കാഴ്ചശക്തി വർദ്ധിക്കാനും ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. എങ്ങനെ? മാവിൻ്റെ തളിരല നിഴലിൽ ഉണക്കി പൊടിച്ച് സൂക്ഷിച്ചത് ഒരു 1-2 ടീസ്പൂൺ ഇട്ട് ഒരു ഗ്ലാസ് വെള്ളം നന്നായിട്ട് തിളപ്പിച്ച് അരിച്ചെടുത്ത് രാവിലെ വെറും വയറ്റിൽ അങ്ങോട്ട് കഴിച്ചാൽ കണ്ണിന് കാഴ്ചശക്തി കൂടുന്നതിന് നല്ലതാണ്. ഇതേ പ്രയോഗം തന്നെ നല്ലതാണ് മുടിവേരുകൾക്ക് ബലം ഉണ്ടാകുന്നതിനും മുടി വളർച്ച കൂടുന്നതിനും സഹായിക്കുന്ന പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ 5 ഇഷ്ടംപോലെ ഗുണങ്ങളായില്ലേ. അപ്പോൾ ഈ മാങ്ങേണ്ടി പരിപ്പിന് ഇങ്ങനെ ചില ഗുണങ്ങളുണ്ട്. ആമാതിസാരം, ഗ്രഹണി, IBS ഇത്തരം രോഗാവസ്ഥകൾ പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഈ മാങ്ങേണ്ടിയുടെ പരിപ്പ് ഉണക്കിയത് മുത്തങ്ങിയും മാതളത്തൊലിയും കൂടി കഷായം വെച്ച് കൊടുക്കണം, നല്ലതാണ്. അതുപോലെ ഈ മാങ്ങയുടെ ഗുണം 5-ാം മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഗർഭിണികൾക്ക് മാങ്ങ കഴിച്ചിരിക്കണം. അതിൽ ധാരാളം ഈ വൈറ്റമിൻസ് ഉണ്ട്, വൈറ്റമിൻ സി ഉണ്ട്, വൈറ്റമിൻ എ ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, ഫൈബർ ഉണ്ട്, മാഗ്നീഷ്യം ഉണ്ട്. ഓക്കെ, പിന്നെ ഇത് കൂടാണ്ട് ഫോളിക് ആസിഡ് ഉണ്ട്, അയൺ കണ്ടന്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ അനീമിയൊക്കെ മാറുന്നതിന് സഹായിക്കും, പ്രത്യേകിച്ച് ഗർഭിണികൾക്ക്. ഓക്കെ, ഇത്തരം ഗുണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഇല പൊടിച്ച് സൂക്ഷിക്കാം. ഇല നേരിട്ട് തിളപ്പിച്ച് ഒരു രാത്രി മുഴുവൻ സോക്ക് ചെയ്തിട്ടേ അതിൻ്റെ ആ വെള്ളം എടുത്തിട്ട് കുടിച്ചാലും മതി. ഒരു രാത്രി മുഴുവൻ നല്ല ചൂടുവെള്ളത്തിൽ ഒരു ഗ്ലാസ് വെള്ളത്തിൽ 3-4 ഇല ഇട്ട് വെക്കുക, മാവിൻ്റെ ഇല. അത് എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ അത് അങ്ങോട്ട് കളഞ്ഞിട്ട് ആ വെള്ളം അങ്ങോട്ട് കുടിക്കുക. അതും നല്ലതാണ്, മനസ്സിലായോ? ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടെ കൂടുതലായിട്ട് അതിൻ്റെ എഫക്റ്റ് കിട്ടണമെങ്കിൽ മാവിൻ്റെ തളിരിലകൾ നിഴലിൽ ഉണക്കി പൊടിച്ച് സൂക്ഷിച്ചാൽ കുറച്ച് അധികം ഉണ്ടെങ്കിൽ നമുക്ക് സൂക്ഷിക്കാം. എല്ലാ കാലത്തും നമുക്ക് അതുകൊണ്ട് പല്ല് തേക്കാനായിട്ട് ഉപയോഗിക്കാം. മിക്ക ദന്തധാവന ചൂർണ്ണങ്ങളും പഴുത്ത മാവിൻ്റെ ഇല പൊടിച്ച് ചേർക്കുന്നുണ്ട്, മനസ്സിലായോ? അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഈ ആൻറ്റി മൈക്രോബിയൽ, ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ടാണ് ആ പല്ലിനുണ്ടാകുന്ന പുഴുക്കേടും ആ മഞ്ഞ പ്ലേക്കൊക്കെ കളഞ്ഞിട്ട് നിറം നല്ല മുല്ലമുട്ട് പോലത്തെയുള്ള പല്ലുണ്ടാകുന്നതിനും സഹായിക്കും. ഗുണം അതുകൊണ്ടാണ് ഈ പഴുത്ത മാങ്ങയുടെ ഗുണം പറഞ്ഞു, പച്ച മാങ്ങയുടെ ഗുണം പറഞ്ഞു, മാങ്ങ അണ്ടി പരിപ്പിൻ്റെ ഗുണം പറഞ്ഞു.
അപ്പോൾ മാങ്ങേണ്ടി പരിപ്പ് ഉണക്കി സൂക്ഷിക്കണം, ഈ മാവിൻ്റെ തളിരില ഉണക്കി സൂക്ഷിക്കണം. പിന്നെ മേല് കുളിക്കാനായിട്ട് പഴുത്ത പ്ലാവില പ്ലാവിലല്ല കേട്ടോ, മാവിൻ്റെ അല്ല തെറ്റുപറ്റിങ്ങി തിരുത്തുന്നു. ഓക്കെ, അപ്പോൾ പഴുത്ത മാവിൻ്റെ ഇലയാണ് പല്ല് തേക്കുന്നതിനും അതുപോലെ പച്ച ഇലയാണ് ഇടിച്ചിട്ട് ചതച്ചിട്ട് വെള്ളം തിളപ്പിച്ച് കുളിക്കുന്നതിനും കൂടുതൽ ഉത്തമം. ഞാൻ നേരത്തെ പറഞ്ഞതൊന്ന് തിരുത്തുണ്ട്, അതുകൊണ്ടാണ് തിരുത്തി പറയണത്. ഇപ്പോൾ തന്നെ പച്ച ഇലയാണ് ബോഡി പെയിൻ ഉണ്ടാകുമ്പോൾ, വാദസംബന്ധമായ രോഗങ്ങളിൽ ബോഡി പെയിൻ ഉണ്ടാകുമ്പോൾ പച്ച ഇല ചതച്ചിട്ടിട്ടാണ് തിളപ്പിച്ച് വെള്ളം വെന്ത് കുളിക്കണം. മാവിലായിട്ട് വെന്ത വെള്ളം കുളിക്കാനായിട്ട് എടുത്തു കഴിഞ്ഞാൽ ബോഡി പെയിൻ കുറയുന്നതിന് സഹായിക്കുന്നു. പല്ല് തേക്കുന്നതിന് പഴുത്ത മാവിലയാണ് വേണ്ടത്. അതുപോലെ അത് പൊടിച്ച് സൂക്ഷിക്കുകയാണെങ്കിലും പഴുത്ത മാവില പൊടിച്ച് സൂക്ഷിക്കാം. അത് ദന്തധാവന ചൂർണ്ണങ്ങളൊക്കെ ചേർത്ത് വരുന്നുണ്ട്. ഓക്കെ, ഇനി ഇതുകൊണ്ട് ടീ ഉണ്ടാക്കാനായിട്ട് ഇത് 1-2 ഇല ചതച്ചിട്ട് വെള്ളം തിളപ്പിക്കുക, അങ്ങനെ കുടിക്കാം. ഇനി ഈ കോവിഡ് കാലത്ത്, ഈ കോവിഡ് സമയത്തേ ഒരുപാട് പേർക്കുണ്ട് ഈ പോസ്റ്റ് കോവിഡ് ട്രീറ്റ്മെൻറ്റ് ഭാഗമായിട്ട് ഈ കഫക്കെട്ട്, തൊണ്ടയിൽ വേദന, തൊണ്ടയിൽ ഭാരം, തൊണ്ടയിൽ ഇങ്ങനെ കഫം തടഞ്ഞ പോലെ തോന്നുക, രുചി അറിയുക, എപ്പോഴും ഒരു മേലും കൈയും വേദന, പനിക്കോള്, നെഞ്ചിൽ കിതപ്പ്, ഭാരം തോന്നുക, കഫക്കെട്ട്, ഇത്തരം അവസ്ഥകൾ എല്ലാ പോസ്റ്റ് കോവിഡ് രോഗികളിലുണ്ട്. നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഈ മാവിൻ്റെ തളിരില ചതച്ചിട്ട് നീരിടുക. അതൊരു 1-2 ടീസ്പൂൺ നീരെടുത്തിട്ട് അതിൽ സ്വല്പം ഒരു 1/4 ടീസ്പൂൺ ചെറിയ കുഞ്ഞ ടീസ്പൂൺ ആണെങ്കിൽ 2 ടീസ്പൂൺ വേണം, മീഡിയം സൈസ് സ്പൂണാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതൊരു സ്പൂൺ നീരെടുത്തിട്ട് അതിലേക്കൊരു 1/4 ടീസ്പൂൺ 1/2 ടീസ്പൂൺ തേനും കൂടെ ചാലിച്ചിട്ട് രാവിലെ വെറും വയറ്റിൽ പതിവായിട്ട് അങ്ങോട്ട് സേവിച്ചാൽ ഈ ലങ്സിൽ കഫം കെട്ടിയിട്ടുണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങൾ മുഴുവൻ ശമിക്കുന്നതിന് സഹായിക്കും. ഓക്കെ, ഇതിൽ പറഞ്ഞിട്ടുള്ള പൊടിക്കൈകളെല്ലാം തന്നെ നിങ്ങളുടെ ചികിത്സിക്കുന്ന ഡോക്ടറുടെ അനുവാദത്തോടും അറിവോടും കൂടി മാത്രമേ സ്വീകരിക്കാൻ പാടുള്ളൂ. ഒരു നിയമപ്രകാരമുള്ള ഒരു മുന്നറിയിപ്പാണ് ഇത്. നിങ്ങളെ സ്വയം ചികിത്സിക്കുന്നതിനോ മറ്റുള്ളവരോ ചികിത്സിക്കുന്നതിനായിട്ട് ഉപയോഗിക്കരുത്. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാൻ മറക്കരുത്, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ താഴെ റെഡ് ബട്ടണിൽ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ഓൾ നോട്ടിഫിക്കേഷനും എനേബിൾ ചെയ്യാനായിട്ട് ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് ഇച്ചിരി വെള്ളി വന്നു എന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, ക്ഷമിക്കുക. നാളെ മറ്റൊരു വീഡിയോയിൽ 3 മണിക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള മറ്റൊരു ആശയമായിട്ട് കാണാം. തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ സേവിയർ, ആദ്യം ആയുർവേദം.